നമസ്കാരം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ഇന്ത്യ, നമ്മളീ കാണുന്ന ഭൂപടം, ഇത് ഒരു സുപ്രഭാതത്തിലുണ്ടായതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയുമല്ല. ഇതിനു പിന്നിൽ പോരാട്ടങ്ങളുടെ വലിയൊരു ചരിത്രകഥയുണ്ട്. ഇന്ത്യയുടെ അതിർത്തികൾ എങ്ങനെയാണ് അടിമുടി മാറ്റി വരയ്ക്കപ്പെട്ടത് എന്നതിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതൊരു വലിയ ചരിത്രപുസ്തകം പോലെ നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പണ്ട് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും അവരുടെ സൗകര്യത്തിനായി വരച്ചുവെച്ച കുറേ അതിർത്തികളുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂപടമായി മാറിയത്? പഴയ സാമ്രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളും സാധാരണ ജനങ്ങളുടെ ശബ്ദവും തമ്മിലുള്ള വളരെ വലിയൊരു പോരാട്ടത്തിന്റെ കഥയാണിത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പഴയ കൊളോണിയൽ ഭൂപടവും അന്ന് നൽകപ്പെട്ട പുതിയ വാഗ്ദാനങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ പ്രധാന വില്ലൻ, അതായത് ആ വലിയ സംഘർഷം വരുന്നത്. ബ്രിട്ടീഷുകാരന്ന് പ്രവിശ്യകളെ തിരിച്ചിരുന്നത് വളരെ യാന്ത്രികമായിട്ടായിരുന്നു. അവരുടെ ഭരണസൗകര്യം, പിന്നെ യുദ്ധവിജയങ്ങൾ, ഇതൊക്കെയായിരുന്നു അതിന്റെ അടിസ്ഥാനം. പക്ഷേ ജനങ്ങൾ ആവശ്യപ്പെട്ടതോ തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. തങ്ങളുടെ സംസ്കാരവും മാതൃഭാഷയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഭജനമായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടിയിരുന്നത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് തന്നെ ഇതിനൊരു തുടക്കം കുറിച്ചിരുന്നു കേട്ടോ. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമെന്ന് ജനങ്ങൾക്കൊരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു. ഇത് കേട്ടപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകളും വാനോളമുയർന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. 1947 രാജ്യം വിഭജിക്കപ്പെട്ടതും അതുണ്ടാക്കിയ ചോരപ്പുഴയും വർഗീയ കലാപങ്ങളുമെല്ലാം പുതിയ സർക്കാരിനെ വല്ലാതെ ഭയപ്പെടുത്തി. ഭാഷയുടെ പേരിൽ വീണ്ടും അതിർത്തികൾ വരച്ചാൽ ഈ രാജ്യം വീണ്ടും വിഭജിക്കപ്പെടുമോ എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പേടി. ജനങ്ങളുടെ ആവശ്യങ്ങളും സർക്കാരിന്റെ ഭയവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കമ്മീഷനുകളും ജനങ്ങളുടെ നീണ്ട കാത്തിരിപ്പും. ഈ പ്രശ്നം പഠിക്കാൻ 5 വർഷത്തിനുള്ളിൽ 3 പ്രധാന കമ്മിറ്റികളെയാണ് സർക്കാർ നിയോഗിച്ചത്. 1948 ധർ കമ്മീഷൻ, അതേ വർഷം തന്നെയുള്ള JVP കമ്മിറ്റി, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് 1953 വന്ന ഫസൽ അലി കമ്മീഷൻ. പക്ഷേ ആദ്യത്തെ 2 കമ്മീഷനുകളും ജനങ്ങളെ ശരിക്കും നിരാശരാക്കി കളഞ്ഞു. ധർ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ പാടെ എതിർത്തു. പിന്നാലെ വന്ന JVP കമ്മിറ്റിയിലാണെങ്കിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യയും ഉണ്ടായിരുന്നു. എന്നിട്ടും അവരും ഈ തീരുമാനം തൽക്കാലത്തേക്ക് നീട്ടിവെക്കാനാണ് പറഞ്ഞത്. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഇത് വലിയൊരു പൊട്ടിത്തെറിക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി. ഇനി നമ്മൾ ഈ ചരിത്രകഥയുടെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. രാജ്യവ്യാപകമായ ഒരു ഉണർവിന് കാരണമായ പോറ്റി ശ്രീരാമലുവിന്റെ ത്യാഗവും ചരിത്രപരമായ ആ മാറ്റവും. 56. ഇതൊരു വെറും സംഖ്യയല്ല. തെലുങ്കു സംസാരിക്കുന്നവർക്ക് സ്വന്തമായ ഒരു സംസ്ഥാനം വേണം എന്നാവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമലു എന്ന മനുഷ്യൻ അക്ഷരം പ്രതി പട്ടിണി കിടന്ന ദിവസങ്ങളാണിവ. ഊണും ഉറക്കവുമില്ലാത്ത 56 നീണ്ട ദിവസങ്ങൾ. ഒടുവിൽ ആ വലിയ ത്യാഗം ഒരു ദാരുണമായ അന്ത്യത്തിലാണ് കലാശിച്ചത്. അദ്ദേഹത്തിന്റെ മരണം രാജ്യമെമ്പാടും ആളിക്കത്തി. പ്രക്ഷോഭങ്ങൾ നിയന്ത്രണാതീതമായപ്പോൾ സർക്കാരിന് വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ 1953 ഒക്ടോബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാടിസ്ഥാന സംസ്ഥാനമായ ആന്ധ്ര പിറന്നു. അതൊരു വലിയ തുടക്കമായിരുന്നു. രാജ്യവ്യാപകമായി ഈ ആവശ്യം ശക്തമായപ്പോൾ 1953 അവസാന കമ്മീഷനായ ഫസൽ അലി കമ്മീഷൻ നിലവിൽ വന്നു. ഇതിൽ HN കുൻസ്രുവിനൊപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മലയാളി സാന്നിധ്യവുമുണ്ടായിരുന്നു. അതാണ് KM പണിക്കർ. ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന കടുംപിടുത്തം ഒഴിവാക്കി. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാമെന്നവർ സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇനി വരുന്നത് ചരിത്രത്തിലെ ആ വലിയ തീരുമാനമാണ്. പഴയ ഭൂപടം മായ്ച്ചുകഴിഞ്ഞ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് ഒടുവിൽ പാർലമെന്റ് അംഗീകരിച്ചു. അങ്ങനെ ഭരണഘടനയുടെ 7ാം ഭേദഗതിയിലൂടെ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. അതോടെ ഈ ബ്രിട്ടീഷ് കാലത്തെ പാർട്ട് A, B, C, D എന്നൊക്കെയുള്ള വലിയ കൺഫ്യൂഷൻ പൂർണ്ണമായും ഇല്ലാതായി. അതോടെ ഇന്ത്യയുടെ ഭൂപടം പുതിയതായി ഒന്നുകൂടി വരയ്ക്കപ്പെട്ടു. വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഘടന. അങ്ങനെയുണ്ടായ ആ പുതിയ ഭൂപടത്തിൽ കൃത്യമായി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു ദേശീയ ചരിത്രമാണ്. ഇനി അവിടെ നിന്ന് നമ്മുടെ സ്വന്തം കഥയിലേക്ക്, ഐക്യകേരളം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരാം. 1956 നവംബർ 1 നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും അഭിമാനകരമായ മറ്റൊരു ദിവസമില്ല. ഭാഷാടിസ്ഥാനത്തിൽ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മുടെ സ്വന്തം കേരള സംസ്ഥാനം ഔദ്യോഗികമായി പിറവിയെടുത്തത് ഈ ദിനത്തിലാണ്. എങ്ങനെയാണ് ഈ കേരളം ഉണ്ടാക്കിയതെന്നറിയാമോ? കൃത്യമായ ഒരു ഫോർമുലയുണ്ടായിരുന്നു ഇതിന്. ആദ്യം തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന പ്രദേശമെടുത്തു.
പിന്നെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ല കൂടി അതിലേക്ക് ചേർത്തു. പോരാത്തതിന് തെക്കൻ കാനറയിൽ നിന്ന് കാസർഗോഡ് താലൂക്കും കൂട്ടിച്ചേർത്തു. അതാണ് ഇന്നീ കാണുന്ന നമ്മുടെ കേരളം. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം. പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കുമ്പോൾ ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ. തിരുക്കൊച്ചിയിലുണ്ടായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് തുടങ്ങിയ തെക്കൻ താലൂക്കുകളും ചെങ്കോട്ടയുടെ ഒരു ഭാഗവും നമുക്കന്നത്തെ മദ്രാസ് സംസ്ഥാനത്തിന്, അതായത് തമിഴ്നാടിന് വിട്ടു നൽകേണ്ടി വന്നു. അവസാനമായി ഭാഷയും ജനാധിപത്യത്തിന്റെ വിജയവും. ഈ വലിയ ഭൂമിശാസ്ത്രപരമായ മാറ്റം എന്ത് ഫലമാണുണ്ടാക്കിയത് എന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ രാജ്യം വിഭജിക്കപ്പെടുമെന്ന വലിയ ഭയം സർക്കാരിനുണ്ടായിരുന്നെങ്കിലും സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ പുനഃസംഘടന ഇന്ത്യയുടെ വൈവിധ്യത്തെ കൂടുതൽ മനോഹരമായി നിലനിർത്തി. സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലുമൊക്കെ നമ്മുടെ സ്വന്തം ഭാഷ ഉപയോഗിക്കാൻ ഇത് വലിയൊരു കാരണമായി മാറി. ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന്? സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ ഭരണാധികാരികളോട് സ്വന്തം മാതൃഭാഷയിൽ തന്നെ സംസാരിക്കാനും സംവദിക്കാനുമുള്ള അവകാശം ലഭിച്ചു എന്നതാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തെ മുമ്പത്തേക്കാൾ ശക്തമാക്കി. നമുക്കിതൊരു വലിയ ചിന്തയോടെ അവസാനിപ്പിക്കാം. ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഭൂമിയെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചത് ഇന്ത്യയെ തകർത്തില്ല, മറിച്ച് അത് ജനങ്ങൾക്ക് അവരുടെ ശബ്ദം നൽകുകയും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം ഭാഷയിൽ സർക്കാരിനോട് സംസാരിക്കാനോ നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ വലിയ ചരിത്രകഥ നമ്മൾക്കൊന്നിച്ചു കണ്ടു തീർക്കാനായതിൽ അതിയായ സന്തോഷം. ഇനി അടുത്തൊരു ചരിത്രവിവരണവുമായി നമുക്ക് വീണ്ടും കാണാം.